നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഏപ്രിൽ മാസം 30-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്ന കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം മെയ് 15-നും ഹയർ സെക്കൻഡറി ഫലം മെയ് 22-നും പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. SSLC ഫലപ്രഖ്യാപനം കഴിഞ്ഞാലുടൻ തന്നെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നതാണ്. മെയ് അവസാനത്തോടുകൂടി അതിൻ്റെ ഫലവും പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ ഇംപ്രൂവ്മെൻറ്റ് ഫലം മെയ് 8-നും ഒന്നാം വർഷ പരീക്ഷാ ഫലം ജൂൺ 10-നും പ്രഖ്യാപിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേന്ദ്ര സർക്കാർ പാൻ കാർഡ് നിയമങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ്. പുതിയ നികുതി നിയമങ്ങളൊക്കെ തന്നെ പ്രകാരം ഉയർന്ന മൂല്യമുള്ള ചില പ്രത്യേക ഇടപാടുകൾക്ക് പാൻ കാർഡ് ഹാജരാക്കുന്നത് നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ, അതോടൊപ്പം തന്നെ ആഡംബര വാഹനങ്ങളുടെ പർച്ചേസ്, വിദേശ യാത്രകൾ തുടങ്ങിയവയ്ക്ക് പാൻ കാർഡ് വിവരങ്ങൾ നൽകേണ്ടി വരും. നിശ്ചിത തുകയ്ക്ക് മുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളൊക്കെ തന്നെ വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിലെ വലിയ നിക്ഷേപങ്ങൾക്കും പാൻ കാർഡ് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള വലിയ തോതിലുള്ള പണമിടപാടുകളും ഇനി പാൻ കാർഡുമായിട്ട് ബന്ധിപ്പിക്കപ്പെടും. ഇരുചക്ര വാഹനങ്ങൾ ഒഴികെയുള്ള മോട്ടോർ വാഹനങ്ങളുടെ വിൽപ്പനയ്ക്കും വാങ്ങലിനുമൊക്കെ തന്നെ പാൻ നിർബന്ധമാണ്. സേവിങ്സ് അക്കൗണ്ട് ഒഴികെയുള്ള ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നതിനും 50,000 രൂപയ്ക്ക് മുകളിലുള്ള നിക്ഷേപങ്ങൾക്കും പാൻ കാർഡ് വേണം. കൂടാതെ ഉയർന്ന തുക വരുന്ന ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ബില്ലുകളൊക്കെ തന്നെ നേരിട്ട് പണമായിട്ട് അടയ്ക്കുമ്പോഴും പാൻ വിവരങ്ങളൊക്കെ തന്നെ നൽകേണ്ടതായിട്ടുണ്ട്. പാൻ കാർഡ് വിവരങ്ങൾ കൃത്യമായി നൽകാതിരിക്കുന്നത് വലിയ പിഴ ശിക്ഷകൾക്ക് തന്നെ കാരണമാകും. കൂടാതെ പാൻ ഇല്ലാത്ത പക്ഷം ഉയർന്ന TDS നിരക്ക് ഈടാക്കാനും സാധ്യതയുണ്ട്. പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം പാൻ കാർഡ് അസാധുവായേക്കാം. അതിനാൽ തന്നെ പാൻ കാർഡ് ഉപഭോക്താക്കൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിതരണത്തിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും അതോടൊപ്പം തന്നെ കരിഞ്ചന്തയിലെ വിൽപ്പന തടയുന്നതിനുമായിട്ട് പുതിയ നിയന്ത്രണങ്ങളൊക്കെ തന്നെ മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇന്ത്യൻ ഓയിൽ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നീ കമ്പനികൾ സംയുക്തമായിട്ടാണ് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത്. ബുക്കിംഗ് നടപടിക്രമങ്ങളിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ ഇപ്രകാരമാണ്. 2 സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള സമയപരിധി പുതിയ നിയമം അനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഇനി 25 ദിവസത്തിന് ശേഷമേ അടുത്ത സിലിണ്ടർ ബുക്ക് ചെയ്യാൻ സാധിക്കൂ. നേരത്തെ ഇത് 21 ദിവസമായിരുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഇടവേള 45 ദിവസമായിട്ട് ഉയർത്തി. സിലിണ്ടർ വിതരണത്തിൽ ഇനി മുതൽ ഡെലിവറി ഒതൻറ്റിക്കേഷൻ കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ബുക്ക് ചെയ്യുമ്പോൾ ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP ലഭിക്കും. ഈ കോഡ് നൽകിയാൽ മാത്രമേ സിലിണ്ടർ കൈപ്പറ്റാനായിട്ട് സാധിക്കൂ. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ അത് സർക്കാർ ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഇതുവരെ KYC നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം ഇത് പൂർത്തിയാക്കേണ്ടതാണ്. രാജ്യാന്തര വിപണിയിലെ അസംസ്കൃത എണ്ണ വിലയിലുണ്ടായ വ്യതിയാനം കണക്കിലെടുത്തുകൊണ്ട് മെയ് 1 മുതൽ സിലിണ്ടർ വിലയിലൊക്കെ തന്നെ മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഗാർഹിക സിലിണ്ടറുകൾക്കും വാണിജ്യ സിലിണ്ടറുകൾക്കും വില വർധനവ് നേരിടുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഏപ്രിൽ മാസം അവസാനിക്കാൻ ഇനി ഒരു ദിവസം കൂടി മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തെ പാവപ്പെട്ട സ്ത്രീകൾ ആശങ്കയിലാണ്. ഏറെ പ്രതീക്ഷയോടെ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ വിതരണം കേവലം 2 മാസത്തിന് ശേഷം 3-ാം മാസത്തിൽ തന്നെ ഇപ്പോൾ കുടിശ്ശികയാകുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. തിരക്കേറിയ സമയത്തും പണമില്ലാത്ത സാഹചര്യത്തിലുമൊക്കെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് അപേക്ഷ നൽകിയ ഗുണഭോക്താക്കൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ആദ്യ 2 മാസം മുടങ്ങാതെ തുക ലഭിച്ചപ്പോൾ എല്ലാ മാസവും തങ്ങൾക്ക് ഒരു വരുമാനമായല്ലോ എന്ന ആശ്വാസത്തിലായിരുന്നു അവർ. ഫെബ്രുവരിയിൽ തുടങ്ങി മാർച്ചിൽ 2ാം ഗഡു വിതരണം ചെയ്തത് കൃത്യം ഇലക്ഷന് തൊട്ടു മുമ്പായിരുന്നു. എന്നാൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ ഒരു കാലതാമസം അത് ബോധപൂർവമാണോ എന്ന സംശയം ഗുണഭോക്താക്കൾക്കിടയിലുണ്ട്. നിലവിലെ സർക്കാർ തുടരുകയാണെങ്കിൽ പിന്നീട് നൽകാം എന്നാണോ, അതോ പുതിയ സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ ബാധ്യത അവരുടെ തലയിൽ കെട്ടിവെച്ചേക്കാം എന്നാണോ
അധികൃതർ ചിന്തിക്കുന്നതെന്നാണ് ചോദ്യം. 35 മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകളെ ഇത്തരത്തിൽ വഴിയിൽ ഉപേക്ഷിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം സങ്കടകരമാണ്. അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ്റെ കാര്യത്തിലുമൊക്കെ തന്നെ സമാനമായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. 18 മാസത്തെ കുടിശ്ശികയായ 29,000 രൂപയോളം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞെങ്കിലും അതും ഭാഗികമായിട്ട് ഒതുങ്ങി. ഇലക്ഷന് തൊട്ട് മുൻപ് 5 മാസത്തെ കുടിശ്ശിക നൽകിക്കൊണ്ട് ക്ഷേമ പെൻഷൻകാരുടെ പ്രതിഷേധം തണുപ്പിച്ചെങ്കിലും ഏപ്രിൽ മാസത്തിലെ പെൻഷൻ ഇനിയും അവർക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ പ്രവാസി ക്ഷേമ പെൻഷൻ്റെ അവസ്ഥയും സമാനമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷനും അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകളും ഒക്കെ തന്നെ കൃത്യസമയത്ത് വിതരണം ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവ് നിലവിലുണ്ട്. വിഷുവിന് മുൻപ് ഏപ്രിലിലെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിട്ടും സ്ത്രീ സുരക്ഷാ പെൻഷൻ മാത്രം തടഞ്ഞു വെച്ചത് ക്രൂരതയാണ്. ഈ മാസത്തെ തുക വിതരണം ചെയ്യാതെ അടുത്ത സർക്കാരിൻ്റെ ചുമതലയിലേക്ക് ഇത് മാറ്റാനാണോ ശ്രമം എന്നും ഗുണഭോക്താക്കൾ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസത്തെ നാടകീയ ഇടിവുകൾക്ക് പിന്നാലെ സ്വർണ്ണവിലയിൽ ഇന്നലെ വർധനവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച ഏപ്രിൽ 29-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 40 രൂപ കൂടി 13,875 രൂപയും പവന് 320 രൂപ കൂടി 1,11,000 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.